നാട്ടിലെ പള്ളിപ്പറമ്പിലെയും അമ്പലപ്പറമ്പിലെയൊക്കെ ഗാനമേളയ്ക്ക് തുല്യമായിട്ടുള്ള ഗാനമേള നമുക്ക് ചാടാനും തുള്ളാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള സ്നേഹം, സന്തോഷം, ആനന്ദം മാത്രമേ ഉള്ളൂ. എല്ലാവരും വരണം, ആഘോഷിക്കണം. അടിപൊളി സംഭവമാണ് ഇത്. നമ്മുടെ പരിപാടിയാണ്, നമ്മളായിട്ട് വിജയിപ്പിക്കണം. പിള്ളേരോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം കൊച്ചു പറഞ്ഞത് കൾച്ചർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലതായിരിക്കും. ഒരുപാട് ആൾക്കാർ, പിന്നെ അവരൊക്കെ കൂട്ടുകാരും പോകുന്നുണ്ട്, ഹാങ് ഔട്ട് ചെയ്യാം. ഓണത്തിലുള്ളല്ലേ ഇതിന് അങ്ങനെയില്ല, മൾട്ടി കൾച്ചറൽ തല്ലെന്ന് പറഞ്ഞില്ല, സാന്തവും തല്ല അങ്ങനെ പരിപാടി ഇല്ല. നമ്മൾ മുണ്ടുഷർട്ടൊക്കെ ഇട്ട് വരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കയ്യിലുകൊണ്ടാണോ ഉദ്ദേശിച്ചത്? അന്ന് ലീവ് എടുത്ത് വരുന്നവർക്ക് അന്നത്തെ ശമ്പളം കൊടുക്കുമോ? തലപ്പന്ത് കളി ഉണ്ടോ? അപ്പോൾ നമ്മുടെ പിള്ളേർ മറ്റു ഓണപരിപാടി എന്ന് കേട്ട് കഴിഞ്ഞാൽ വടംവലി വേണം. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് 1-ാം തീയതി ഒരു അടിപൊളി പരിപാടി മെൽബണിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതമാണ്. അതിലെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലിബിയാണ്. ലിബി, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താണ് മാർച്ച് 1-ാം തീയതി മെൽബൺ ഇളക്കി മറിക്കുമെന്ന് കേട്ടെ? സാന്തോം മൾട്ടി കൾച്ചറൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ടൈറ്റിലിൽ സാന്തോം കൾച്ചർ സെൻ്റർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു മൾട്ടി കൾച്ചറൽ ഇവൻ്റാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയാണ് പരിപാടികൾ ചെയ്യുന്നത്. എല്ലാവരും വരാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലത്തെ ഒരു കൾച്ചറൽ ഈവൻറ്റ് നമ്മുടെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള വിവിധ മതങ്ങളുള്ളവർ മാത്രമല്ല, മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന പോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരെയും നമ്മൾ ഈ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നൊരു പ്രോഗ്രാം. അതായത് നമ്മൾ കൂടുതൽ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റിയുമായിട്ട് അടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ നമ്മൾ. തീർച്ചയായിട്ടും. ഇതുവഴി നമ്മൾ നമ്മുടെ കൾച്ചറൊക്കെ നമുക്ക് ഇവിടെ മറ്റ് പങ്കെടുക്കുന്ന മറ്റ് കൾച്ചേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. അവരുടെ കൾച്ചറുകൾ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു കൾച്ചറൽ മിംഗ്ലിംഗ് ആണ് നമ്മൾ. അതോടൊപ്പം തന്നെ നമ്മുടെ പിള്ളേർക്കും നമ്മുടെ കൾച്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കിട്ടുന്ന ഒരു ഒരു പൈതൃക സംരക്ഷണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതും കൂടി ഇന്നത്തെ കമ്പോണന്റ് ആണ്. നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേരും നമുക്ക് മനസ്സിലാക്കുന്നു. നമ്മളൊരു കോമൺ ആയിട്ട് ചേർന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഫുഡിന്റെ ഒരു സംഭവം, അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ. ഏത് പ്രായക്കാർക്കായിട്ടാണ്? എല്ലാവർക്കും ഒരു ഫാമിലി ഫുള്ളായിട്ട് വരാവോ, അതോ ചില പ്രായക്കാർക്ക് മാത്രമുള്ളതാണോ? എല്ലാവർക്കും സംബന്ധിക്കാം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിവിധ പ്രായക്കാർക്കും ആളുകളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എൻട്രി ഫീ ഒക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണോ അതോ? ഇല്ല, ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എൻട്രൻസ് ഫീ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് 2000-ഓളം പേർക്ക് ഈവൻറ്റ് ചെയ്യാനുള്ള പെർമിറ്റുകൾ നമുക്ക് അതോറിറ്റിയിൽ നിന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും നമുക്ക് വരുന്നതിനും സംബന്ധിക്കുന്നതിനും ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്ഥലത്ത് എൻജോയ് ചെയ്യാനായിട്ടുള്ള വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അതിനുള്ള ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എന്തൊക്കെ കായിക മത്സരങ്ങളോ അല്ലെങ്കിൽ കായികമായിട്ടുള്ള പരിപാടികളാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഇതിനോടൊപ്പം ബാഡ്മിൻ്റൺ, പിന്നെ സോക്കറുണ്ട്. അതിൻ്റെ ടൂർണമെൻറ്റുകൾ ആക്ച്വലി ഈ വരുന്ന വീക്കെൻഡിൽ നടക്കുകയാണ്. കാരണം എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുണ്ട്. പിന്നീട് വടംവലി നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്, എനർജറ്റിക് ആയിട്ടുള്ളൊരു കാര്യം. വടംവലി അന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. മാർച്ച് 1-ന് നമ്മൾ ഈവൻറ്റ് നടക്കുമ്പോൾ. ഈ വടംവലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വടംവലിയുടെ മത്സരം ഉണ്ടായിരുന്നു, 2-3 മാസം മുമ്പാണെന്ന് തോന്നുന്നു. എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ടീമുകൾ വന്നിട്ട് വളരെ ആവേശകരമായിട്ടുള്ള, എൻ്റെ അറിവിൽ ഇതിലും നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ടീമുകൾ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആണല്ലേ? ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആണല്ലേ? അപ്പോൾ അത് 1-ാം തീയതിയാണ് നടക്കുന്നത്. അതെ, വടംവലി 1-ാം തീയതിയാണ് നടക്കുന്നത്. നമ്മൾ 1-ാം തീയതി രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഔട്ട്ഡോർ ഇവന്റ്സ്. പിന്നെ വൈകുന്നേരം 5:30 മുതൽ രാത്രി 10 വരെ ഒരു കലാസന്ധ്യ. ആണല്ലേ? ഓക്കെ. അതായത് രാവിലെ എഴുന്നേറ്റ് പല്ലും തെച്ചിങ്ങ് പോന്നാൽ മതി. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുമോ? ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ് ഒക്കെ ഉണ്ടാവും. ആണല്ലേ? പിന്നെ ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും ബിരിയാണി, ബിരിയാണി, അങ്ങനെ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞായിരുന്നു. നാട്ടിൽ വളരെ അത്യാവശ്യപ്പെട്ട് പോയതാണ്. നമ്മുടെ ഫാദറിലോ ഇത് മരിച്ചു പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ യാദൃശികമായിട്ട് നമുക്ക് നല്ല ചക്ക വേവിച്ചത്, തേങ്ങയൊക്കെ ഇട്ട് വേവിച്ചത്, അതിൻ്റെ കൂടെ കാന്താരി മുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി അരച്ച് കൂട്ടി തിന്നുന്നുണ്ടല്ലോ, വയറ് പൊട്ടിപ്പോയതല്ലാതെ തൃപ്തിയായിട്ടില്ല. അപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടുവരാതാ. അപ്പോൾ ചക്ക വേവിച്ചതൊക്കെ കിട്ടും അവിടെ. നമ്മുടെ പൊറോട്ട, ബീഫ് കറി, മലയാളിക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന സംഭവം. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ
പിന്നെ പഴംപൊരി, ബോണ്ട, വട, അങ്ങനെയുള്ള സ്നാക്സും ഒക്കെ ഉണ്ട്. സ്നാക്സുകളെല്ലാം കാണും അല്ലേ? പിള്ളേർക്ക് ഐസ്ക്രീംസ് ഉണ്ട്. പായസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിള്ളേർക്കല്ല, ആർക്കും വേണ്ട ഐസ്ക്രീം കാര്യങ്ങളുണ്ട്. പിള്ളേരെ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചാൽ അവർക്ക് എന്ത് പരിപാടികളൊക്കെയാണ്? അവർക്ക് ഫേസ് പെയിന്റിങ്. അതെ, ഫേസ് പെയിന്റിങ്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂത്തിലുള്ള, ഇപ്പം നമ്മുടെ ജസ്റ്റ് യൂണിയിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പിള്ളേരെ അവർ ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് പല പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഫേസ് പെയിന്റിങ്, പിന്നെ ഫൺ ഗെയിംസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജമ്പിങ്. ഈ വടംവലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, ഇപ്പം നമ്മൾ വടംവലിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് പറ്റിയൊക്കെ വടംവലി ഇവിടെ നമ്മൾ ചെറിയ അസോസിയേഷനുകൾ എല്ലായിടത്തും നടത്താറുണ്ട്. അപ്പോൾ പലയിടത്തും നമ്മൾ വെക്കും നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജസ്റ്റ് തിരിയുക, അപ്പോൾ തന്നെ വടംവലിക്കുക, കാഷ്വലായിട്ട് വടംവലിക്കുക, ഒരു ഫണ്ണായിട്ട്. അങ്ങനത്തെ വടംവലി കാണുമോ അതോ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് മാത്രം? അറ്റ് ദ മൊമെന്റ് പ്രൊഫഷണൽ ടീമുകളെ രജിസ്റ്റർ ചെയ്തത് അവരാണ് പങ്കെടുക്കുന്നത്. പക്ഷെ ഒരു സൗഹൃദ വടംവലി ഒരു ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. രസമാണ്. ഇപ്പൊ നമ്മുടെ പിള്ളേർ മറ്റു ഓണപരിപാടി എന്ന് കേട്ട് കഴിഞ്ഞാൽ വടംവലി വേണം. ഇപ്പൊ ഒരു ബർത്ത്ഡേ വെച്ചെങ്കിൽ പോലും വടംവലി ഉണ്ടെന്ന് അതൊരു ഒഴിച്ചുവിടാൻ പറ്റുന്ന. അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഒരു ഇൻവോൾവ്മെന്റും ആയി ഒരു രസം ഒന്ന് വലിച്ചു വിടുക എന്നുള്ളേ ഉള്ളൂ. സാധിക്കും. ഒരു സൗഹൃദ വടംവലി നല്ലതായിരിക്കും. തലപ്പന്ത് കളി ഉണ്ടോ? തലപ്പന്ത് കളിയുള്ളതായിട്ട് ഇഷ്ടമില്ല. പക്ഷെ കുട്ടിങ്കോലി സേഫ്റ്റി ഇഷ്യൂ ഉണ്ടാവും. കണ്ണിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ പോയാലും അങ്ങനെ കുട്ടിങ്കോലും കളിക്കുന്നവരൊന്നുമില്ല. എല്ലാവരും ക്രിക്കറ്റിന്റെ പുറകെയാണ്. പിന്നെ വോളിബോൾ എല്ലാവരും ഡിജിറ്റൽ ഗെയിമുകൾ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾക്ക് വളരെ കുറവായിട്ട് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഓൾ ഓവർ വിക്ടോറിയ ആണോ വരുന്നത്? അത് ഓൾ ഓവർ മെൽബണിൽ നിന്നുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ? ഓൾ ഓവർ വിക്ടോറിയയിൽ നമ്മൾ എത്തിക്കാൻ നോക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പേഴ്സണൽ കോൺടാക്ട്സ് വെച്ച് അവരറിഞ്ഞും വേർഡ് മൗത്തായിട്ട് അറിയുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഈ ചെറിയ മറ്റ് കൾച്ചറിലുള്ള കമ്മ്യൂണിറ്റികളെ അവർക്കൊക്കെ ഇമെയിലുകളൊക്കെ അയച്ച് നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഡാൻഡിനോങ് സെൻറ്റ് മേരീസ് പള്ളിയിൽ അച്ഛൻ കുർബാനയ്ക്ക് ശേഷം വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് ഒരു മൾട്ടി കൾച്ചറലിസം നമ്മൾ ആ പള്ളിയിൽ തന്നെ എപ്പോഴും കാണുന്നത്. അതെ. ഞാനിവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കൂടെ നടന്നപ്പോൾ നമ്മുടെ 15-16 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ കൂടെ ഒന്നിച്ച് പഠിച്ച സുഹൃത്തിനെ കണ്ടു. ബാല്യകാലമല്ല, നമ്മൾ ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിച്ച. അപ്പോൾ ആ പുള്ളിക്കാരനെ കണ്ടു. ഒരു വളരെ സർപ്രൈസായി പോയി. കാരണം 15 കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടതാണ്. കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. പക്ഷെ പുള്ളി തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചു. പിന്നെ അതിപ്പോൾ ശേഷം ഒരു 10-15 കൊല്ലമായിട്ട് ആ ബന്ധം ഭയങ്കര ഒരു ഇതായിട്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെ ലോക്കലാണല്ലോ അവർ വന്നത്. ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം മുമ്പ് പഠിച്ച ആൾക്കാരും പറ്റും ഇവിടെ തന്നെ കാണും. നമുക്കറിയത്തില്ല, നമ്മുടെ ജോലി ചെയ്ത ആൾക്കാർ ഇവിടെ തന്നെ കാണും. നമ്മുടെ അയലോക്കങ്ങാർ ഇവിടെ തന്നെ കാണും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരെ മക്കൾ കാണും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ അറിയാത്തവർ. അവരെയൊക്കെ കണ്ടുകുത്താനായിട്ടുള്ളൊരു സാധ്യതയും കൂടി ആയിരിക്കും. എത്തുമ്പം പല ആൾക്കാർ പറഞ്ഞും വാക്ക് വഴി പറഞ്ഞും അങ്ങനെയൊക്കെ അറിഞ്ഞ് ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ ഇതൊരു വേദിയായിരിക്കും ആൾക്കാരെ കണ്ടുമുട്ടാൻ. അതെ. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ എല്ലാവരും വരാനായിട്ട് ശ്രദ്ധിക്കണം. വരുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് സാധ്യത കൂടുതലായിരിക്കും. കാരണം അതൊരു ഹൃദയം പൊട്ടുന്ന അത്രയ്ക്കൊരു സന്തോഷം നമ്മൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരാളെ കാണുക എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ. നല്ല കൂട്ടുകാരായിരുന്നു, പിന്നീട് ബന്ധം മുറിഞ്ഞു പോയി, പിന്നെ കണ്ടിട്ടില്ല, പിന്നെ അത് കണ്ടുമുട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് സംഭവം. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച് സ്കൂളിൽ നിന്ന് പഠിച്ച ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റും ഒരു ഭയങ്കര ഹാപ്പിനെസ്സും. അന്ന് നമ്മൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പോലും. അതെ, ശരിയാണ്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇപ്പം മറ്റ് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മെയിൻ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയി പോകും. ഇതെന്ന് പറഞ്ഞാൽ ദ ഹോൾ ഡേ നമ്മളെല്ലാവരും ഒരു സൈറ്റിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും വർത്താനം പറയാനും അവിടെ നടക്കുന്ന പരിപാടികൾ എൻജോയ് ചെയ്യാനും അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു എൻജോയ്മെന്റ്. അതെ. അതായത് ഒരു ബാരിയറും ഇല്ല. അതായത് ദേശങ്ങൾ തമ്മിൽ ബാരിയറോ ഭാഷകൾ തമ്മിലോ അതോ എന്താ പറയുക നമ്മളെ മതങ്ങൾ തമ്മിൽ ഒന്നുമില്ലാത്തൊരു ബാരിയർ. അതുകൊണ്ട് ആർക്ക് വേണേലും വരാം. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഒരുപക്ഷെ സ്ഥാപിക്കാനായിട്ട് നല്ലൊരു അവസരമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അന്ന് ജോലിയുള്ളവർ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം ഓഫ് എടുക്കുക. സിക്ക് ലീവ് ഒന്നും എടുത്ത് വന്ന് പണി മേടിക്കണ്ട കേട്ടോ. അല്ല, അന്ന് ലീവ് എടുത്ത് വരുന്നവർക്ക് അന്നത്തെ ശമ്പളം കൊടുക്കുമോ അറിയില്ല. പക്ഷെ എന്നാലും വർത്തായിരിക്കും കേട്ടോ. വരാൻ പറ്റുവാണെങ്കിൽ. എനിക്ക് ലീവാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ വരുന്നുണ്ട്. പിള്ളേരോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പോകാൻ കാരണമെന്ന് ഞാൻ ചോദിച്ചു. പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം കൊച്ചു പറഞ്ഞത് കൾച്ചർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലതായിരിക്കും. ഒരുപാട് ആൾക്കാർ, പിന്നെ അവരൊക്കെ കൂട്ടുകാരും പോകുന്നുണ്ട്, ഹാങ് ഔട്ട് ചെയ്യാം. ഭക്ഷണമുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ. അന്ന് ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടോ? ഡ്രസ് കോഡൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു കേരളത്തിൻ്റെ ഒരു തനിമയൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ മുണ്ടുഷർട്ടൊക്കെ ഇട്ട് വരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കയ്യിലുകൊണ്ടാണോ ഉദ്ദേശിച്ചത്? കയ്യിലുകൊണ്ട് ചില സ്ഥലങ്ങളിലെ ബാൻഡാണ്. അപ്പോൾ അതിനേക്കാൾ നല്ല വെള്ളമുണ്ടോ. പിന്നെ കളർ മുണ്ട് പോകും ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ?
വെള്ളമുണ്ടെല്ലാം കളർ മുണ്ടൊക്കെ കൊടുത്ത് വരിക. നമുക്ക് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോകുമ്പോഴൊന്നും ഒരുപാട് ആൾക്കാർ മുണ്ടും തൊടുത്തുകൊണ്ട് പോകാറില്ല. പക്ഷെ പെണ്ണുങ്ങളാണ് സാരി ചുരിദാർ ഇട്ടുകൊണ്ട് വരാറുണ്ട് അല്ലേ, ആണുങ്ങൾക്ക് സാരി. പക്ഷെ ഇത് ആണുങ്ങൾക്ക് കൂടെ പറ്റിയൊരു അവസരമാണ് കേട്ടോ. അതുകൊണ്ട് മുണ്ടൊക്കെ തേച്ച് വെച്ചു തലക്കെട്ടോ കെട്ടി ഓണത്തിലുള്ളല്ലേ. ഇതിന് അങ്ങനെയില്ല, മൾട്ടികൾച്ചറൽ തല്ലെന്ന് പറഞ്ഞൊരു തല്ലില്ല, സാന്തവും തല്ല അങ്ങനെ പരിപാടി ഇല്ല. അത് വളരെ പീസ്ഫുള്ളാ. സ്നേഹം മാത്രമേ ഉള്ളൂ, സേഫ്, സ്നേഹം, സന്തോഷം, ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പം ഹോപ്പ് ആൻഡ് ലവ് അല്ലേ, അത് തന്നെ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പരിപാടിക്ക് വരണം. നമുക്കെല്ലാവർക്കും എന്താ പറയുന്നത്, ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ഫുഡുകൾ, ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ മേടിക്കണമെന്നുണ്ടോ, ഈസ്റ്റർ വിഷു ഒക്കെയാണ് വരുന്നത്, അപ്പോൾ ഡ്രസ്സ് മേടിക്കണോ, അതിനുള്ള സ്റ്റാളുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. കൈ നിറ പണമായിട്ട് പോരുക, ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും വരണം, ആഘോഷിക്കണം. അടിപൊളി സംഭവമാണ് ഇത്. നമ്മുടെ പരിപാടിയാണ്, നമ്മളായിട്ട് വിജയിപ്പിക്കണം. അത് നമ്മളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്കിലേ ഈ എന്താ പറയുക, ഇതുകൊണ്ട് ഒരു ഗുണം നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു നിൽക്കും നമ്മളായിട്ട് മലയാള കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്ന്. പക്ഷേ ഇങ്ങനെ ആക്ടിവിറ്റീസുകൾ ഇങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരം. അതുപോലെ തന്നെ ഓർഗനൈസിങ് ഏരിയകളിലാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ പരിപാടിയാണ്. ടീം വർക്ക് ഇസ് എ ഡ്രീം വർക്ക് എന്നുള്ള ഇതൊരു നമ്മുടെ പരിപാടിയാണ്. സാന്തോം കൾച്ചർ സെൻ്ററാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ ഇത് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ചാലേ പരിപാടി വളരെ ഭംഗിയാണ്. വൈകുന്നേരത്തെ പരിപാടിക്ക് ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ 17ഓളം ഡാൻസേഴ്സ്, ഡിഫറെൻറ്റ് കൾച്ചറിലുള്ളവരുടെ ഡാൻസുകൾ, 17 ഡാൻസുകൾ അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും. നമ്മളെല്ലാം അത് അത്രയും ടൈമും നമുക്കുണ്ടല്ലോ, വൈകുന്നേരം 5:30 മുതൽ രാത്രി 10 വരെ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഡാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ബാൻഡാണ്. അപ്പം നമുക്ക് ഗാനമേള, അതെ, നാളമേള, നാട്ടിലെ പള്ളിപ്പറമ്പിലെയും അമ്പലപ്പറമ്പിലെയൊക്കെ ഗാനമേളയ്ക്ക് തുല്യമായിട്ടുള്ള ഗാനമേള. നമുക്ക് ചാടാനും തുള്ളാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള ബ്യൂട്ടിഫുൾ എന്താ പറയുക ഫ്യൂഷൻ സോങ്ങുകളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഈ മുണ്ടെടുത്ത് വരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, അടിയിൽ നല്ല മുഴുത്ത ബെർമുട ഇട്ടോളൂ അല്ലേ, നല്ല ബെൽറ്റൊക്കെ. ഡാൻസ് കളിക്കാനും ആടാനും പാടാനും ആനന്ദിക്കാനും ഉള്ള എല്ലാ പരിപാടിയും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ബാലയോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ബാലയില്ല. പിന്നെ കഥാപ്രസംഗവും ഇല്ല. അതൊക്കെ നമ്മുടെ നാട്ടിലെ, പക്ഷേ അതൊക്കെ പണിയിൽ നിന്ന് പോയി തോന്നുന്നു. ഡ്രാമ, മ്യൂസിക്കൽ ഡ്രാമ പോലെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. നമ്മുടെ കഥാപ്രസംഗം, പണ്ടത്തെ ഒരു കഥാപ്രസംഗക്കാരുണ്ടായിരുന്നല്ലോ, സാംബശിവൻ എന്നൊക്കെ. സാംബശിവൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കോമഡി ചെയ്യുന്നൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, വി ഡി രാജപ്പൻ. അതൊക്കെ നമ്മുടെ പള്ളിപ്പറമ്പിലുണ്ടായിരുന്ന അടിപൊളിയായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ അതൊക്കെ തിരിച്ചു വിളിക്കേണ്ട സമയമായെന്ന് തോന്നുന്നു. നമ്മൾ അതൊക്കെ ഒന്നും നമുക്കൊക്കെ അറിയാം, പക്ഷേ വേറെ നമ്മുടെ അടുത്ത പിള്ളേർക്കൊന്നും അറിയത്തില്ല വാട്ട് ഈസ് കഥാപ്രസംഗം എന്നൊക്കെ ചോദിച്ചു. മോണാക്ട്, ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല പരിപാടികളും. പിന്നെ ഇവിടെ നമ്മുടെ തന്നെ വളർന്നു വരുന്ന ഒരുപാട് പിള്ളേരില്ല പാട്ട് പാടാൻ നല്ല കഴിവുള്ള. നമുക്ക് അവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ വേറൊരു കാര്യം അതാണ്, നമുക്ക് അവസരങ്ങൾ കൂടെ കൊടുക്കാൻ പറ്റും. അത് തന്നെ അവരെല്ലാം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഇത് വലിയ കമ്മ്യൂണിറ്റി കേട്ടോ. ഓസ്ട്രേലിയയിൽ വിക്ടോറിയ ഒരു 1,00,000 അടുത്തതിൽ മലയാളികൾ കാണുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ പാരീഷിൽ തന്നെ 980 അത്രയും കൊണ്ട് ഫാമിലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഫാമിലി മാത്രം 4 പേരെ വെച്ച് 4,000 പേരായി. അതുകൂടെ സ്റ്റുഡൻസ് വേറെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും വരാൻ പറ്റിയൊരു അവസരമാണ് കേട്ടോ. എല്ലാവരും വരിക, അടിച്ചു പൊളിക്കുക, ഹൃദയം നിറയെ സന്തോഷവും ആനന്ദമായിട്ട് വരിക. നമുക്കത് അടിച്ചു പൊളിക്കണം. ഒരു കാര്യം അടുത്ത പ്രാവശ്യം പോകുന്നതിന് നമുക്ക് ചോദിക്കണം, എന്നിട്ട് ഇതെല്ലാ മാസവും ഉണ്ടോ അതോ വർഷത്തിലൊന്നും ഉള്ളോ? എല്ലാ മാസവും നമുക്ക് നടത്താൻ പറ്റുമോ? വർഷത്തിൽ അത് അടുത്ത വർഷം നമുക്ക് ഇതിൽ ഗംഭീരമായിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാർണിവലായിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും വരിക കേട്ടോ, അടിച്ചു പൊളിക്കുക. മാർച്ച് 1 രാവിലെ 10 മുതൽ വൈകുന്നേരം 10 വരെ സെന്റ് ജോൺസ് റീജിയണൽ കോളേജ്, ഡാൻഡിനോ. അപ്പോൾ അവിടെ കാണാം. എവിടെ? ഡാൻഡിനോങ്കിൽ. എല്ലാവർക്കും നമസ്കാരം.